ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സ്റ്റിച്ചിങ് കഴിഞ്ഞ ബ്ലൗസിൻ്റെ എൻഡിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഗോൾഡൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് സ്ലീവിൻ്റെ എൻഡിൽ ഫസ്റ്റ് ലെയർ ചെയ്യുന്നത്. സ്റ്റിച്ചിങ് കഴിഞ്ഞ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ആര്യ വർക്ക് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് പാടായിരുന്നു. അപ്പോൾ അതിനായിട്ട് സൈഡിലെ സ്റ്റിച്ചിങ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലേക്കും വേറൊരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണ് കറക്റ്റ് ഫ്രെയിമിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഈ വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം ആൻറ്റിക് ഗോൾഡ് വെച്ചിട്ടാണ് സെക്കൻഡ് ലെയർ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വർക്ക് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെട്ടത് റേറ്റ് കുറഞ്ഞതും അതുപോലെ തന്നെ ബീഡിൻ്റെ കളർ പോവാത്തതുമായിരിക്കണം എന്നാണ് പറഞ്ഞത്. സെറി ത്രെഡ് വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് ലെയർ ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ 2 ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയറും താഴെ ഇരിക്കുന്ന അതേ ബീഡ്സ് വെച്ചിട്ട് തന്നെ മൂന്നാമത്തെ ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് അടുത്ത ലെയർ ചെയ്യുന്നത്. ഇതേപോലെയാണ് പൈപ്പ് ബീഡ്സ് കൊടുത്തു പോവേണ്ടത്. ഒരു എം ഷേപ്പിലാണ് കൊടുത്തു പോവേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സൂചി നൂലും വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് അതേപോലെ ചെയ്താലും മതി. അതേപോലെ തന്നെ ഫുൾ ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കസ്റ്റമർ തന്നെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺ ഒട്ടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പാടൊന്ന് മാറാനായിട്ട് അവിടെ ഒരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ സാധാ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു 3 ബീഡ് ഇട്ടാണ് ചെയ്യുന്നത്. സെക്കൻഡ് 4 ബീഡ് എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് വരെ 3, 4 അങ്ങനെ ബീഡ്സ് വെച്ചിട്ട് ചെയ്തു പോവാം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെറി ത്രെഡ് കുറച്ചൊന്ന് കട്ടി കൂടിയത് കൊണ്ട് നന്നായിട്ട് ടൈറ്റായി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധാ ത്രെഡ് ഉപയോഗിച്ച് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. സാധാ ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റായി വരും. പക്ഷേ എനിക്ക് ചെയ്യാൻ കുറച്ചൊന്ന് പാടാണ്. എനിക്ക് സെറി ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്ത് തീരുന്നത്. എൻഡിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് ഓരോ ഗോൾഡൻ ബീഡ്സ് ആയിട്ട് വെച്ചെടുക്കാം. സ്ലീവിൻ്റെ എൻഡിലെ തയ്യൽ തുമ്പ് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കിട്ടിയ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ അധികം തയ്യൽ തുമ്പില്ലായിരുന്നു. ഇതുപോലെയാണ് ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് ഞാൻ 300 റേറ്റ് മേടിച്ചിട്ടുള്ളത്. ഇത് ക്വാളിറ്റി ബീഡ്സ് വെച്ചിട്ട് ചെയ്തത് കൊണ്ട് തന്നെ കളറും പോവത്തില്ല. അപ്പോൾ എൻ്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.